ഹായ് ഗൈസ്. ഇന്ന് ഒരു പുതിയ ട്രിപ്പായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മേഘമല പോവാണ്. അപ്പോൾ ഇതും അറേഞ്ച് ചെയ്തിരിക്കുന്നത് DOC തന്നെയാണ്. അപ്പോൾ അവരുടെ ഒപ്പമാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാലടി പാലത്തിലാണുള്ളത്. അപ്പോൾ സമയം ഏകദേശം 6 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ വീക്കെൻഡ് ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് റഷ് ഉണ്ട് പോകുന്ന വഴിയിലൊക്കെ. എന്തായാലും അതെ, ഈ പാലത്തിലാഞ്ചിന് പിന്നെ റഷ്യൻ്റെ കേസ് പറയേ വേണ്ടല്ലോ. എപ്പോഴും ഉള്ള പരിപാടിയാണ്. എപ്പോഴും ബ്ലോക്കും ട്രാഫിക്കും ഫുൾ ടൈം. ഇവിടെ ട്രാഫിക് ഉള്ളതാണെന്ന് അറിയാലോ എല്ലാവർക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടാണ്ട് പോകാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. റോഡും മോശമാണ്, ആകെ ശോകയെ കിടക്കാം. അപ്പോൾ നമ്മളിന്ന് എന്തായാലും മേഘമല പോവാണ്. അപ്പോൾ മേഘമല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ ചെന്ന് ഗ്യാപ്പ് റോഡ് ഓൾമോസ്റ്റ് ഫുള്ള് കറങ്ങി ബോഡി ചെയ്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ മേഘമല പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഓൾമോസ്റ്റ് പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ സമയമൊക്കെ പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മേഘമല എത്ര മണിക്ക് എത്തുന്നറിയില്ല. വൈകുന്നേരം ഏകദേശം ഒരു 5-6 മണിയാകുമ്പോഴേക്കും എത്തുന്നതാണ് വിചാരിക്കുന്നത്. പ്ലാൻ അനുസരിച്ച് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ബ്ലോക്കോ ട്രാഫിക്കോ അങ്ങനെ എന്തെങ്കിലും വരുമെന്ന് അറിയില്ല. എന്തായാലും പോവാണ് മേഘമലയിൽ. അങ്ങനെ മഴ നമുക്ക് പണി തന്നിരിക്കുകയാണ്. ഇപ്പോൾ മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 6 ആയിട്ടുണ്ട്. മഴ ചാരി തുടങ്ങുന്നുണ്ട്. അപ്പോൾ റെയിൻകോട്ട് ഇടേണ്ട മഴയൊന്നും ആയിട്ടില്ല, എന്നാലും ചെറുതായിട്ട് ചാരിക്കൊണ്ടിരിക്കണം. എന്തായാലും മഴ മാറുന്നാണ് വിചാരിക്കുന്നത്. കാരണം കാർമേഘങ്ങൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മഴയും കൊണ്ട് ചില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും. ഒരു റൈൻ റൈഡ് വൈബായിട്ട് സൂര്യൻ. അങ്ങനെ നമ്മളിപ്പോൾ നേര്യമംഗലം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ റോഡ് പണി നടക്കുന്ന കാരണം കൊണ്ട് സൈഡൊക്കെ പോയി കിടക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ. പിന്നെ മഴയൊക്കെ മാറി എല്ലാം വെതറൊക്കെ സെറ്റായി ക്ലിയർ ആയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് അകലെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കോടയൊക്കെ കാണാം. പക്ഷെ നമുക്ക് വഴിയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ. പ്രോപ്പർ കോടാതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ചെറുതായിട്ട് ഇപ്പം ഉണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. എന്തായാലും ചെറുതായിട്ട് ഒരു മോഡൽ വരെയുണ്ട്. പറഞ്ഞ നാളിതില്ല. അപ്പോഴേക്കും വണ്ടികൾ ചെറുതായിട്ട് ട്രാഫിക്കായി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ റോഡ് അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ശോകമായിട്ട് നടക്കാം. പിന്നെ ഇവിടുത്തെ പണിയും നടക്കുന്ന കാരണം കൊണ്ട് അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. റോഡിന് വീതിയില്ല, പിന്നെ കുണ്ടും കുഴിയും അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഉണ്ട്. അപ്പോൾ അതാണ് വേറൊരു സീൻ. ഇപ്പം എന്തായാലും അവിടെ കുറച്ച് കോടിയിട്ടുണ്ട്. എന്തായാലും കോട കിട്ടി. അങ്ങനെ റൈഡിൽ അങ്ങനെ കോട കിട്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാരത്തെ കുഴികൾ വേറെ എവിടെ ഇല്ലാത്തവര്. പക്ഷെ ഉണ്ട് വേറെ പല സ്ഥലങ്ങളിലും ഇതുമാതിരി കുഴികളുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സീൻ. എത്രയും ടൂറിസ്റ്റ് സ്പേസ് ആയിട്ട് എന്ത് കാരണം കൊണ്ടാണ്. ആമേ മൂന്നാറൊക്കെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് എന്ത് കാരണം കൊണ്ടാണ് റോഡ് ഇത്രയും നാളായിട്ടും റെഡിയാക്കാത്തതെന്നുള്ള കേസാണ് പ്രശ്നം. കാരണം ആൾക്കാർ എപ്പോഴും വരുന്നതാണ് മൂന്നാർ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിൽ നിന്ന് മൂന്നാർക്ക് ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ടും റോഡ് ഇങ്ങനെ കിടന്നിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് കിടക്കുന്നത് അറിയില്ലേ. റോഡ് കൊണ്ടാണ് മെയിനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ. അതുമാതിരിയാണല്ലോ നമ്മുടെ റോഡ്. ആൾക്കാരെ സ്ലോ ഡൗൺ ചെയ്യും നോർമലി. അപ്പം അങ്ങനെ കുറേ സീനാണ്. ഇപ്പോൾ ഇനി നമുക്ക് പാലം കയറണം. പാലം കയറുമ്പോൾ അത്യാവശ്യം നല്ല അയ്യോ ഇതാണ് വ്യൂ. പാലത്തിൻ്റെ അവിടുത്തെ അത് ഷോട്ട് എടുക്കണം. എന്താണ് പ്ലാൻ? ഒരു
മണ്ടത്തരം പറ്റി. അതായത് നേര്യമംഗലം പാലം കയറുന്ന വഴിക്ക് ഞാൻ അറിയാണ്ട് ക്യാമറ ഓഫാക്കി പോയി ഓണാക്കണേന്ന് വരെ. ഇവിടെ നമ്മുടെ മെയിൻ ഫോട്ടോ സ്പോട്ട് എത്തിക്കുകയാണ്. മൂന്നാർ വരുന്നവരുടെ മെയിൻ സ്പോട്ടാണ്. ഇവിടെ മിക്കവാറും എല്ലാവരും നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോവാണ്. നമുക്കിവിടെ നിർത്താൻ സ്ഥലമില്ല, സോറി സമയമില്ല. ഇപ്പോൾ KSRTC ഫ്രണ്ടിലേക്ക് കാരണം ഫ്രണ്ടിൽ ഒറ്റ വണ്ടിയില്ല. ഞാൻ അപ്പോൾ കയറിയിട്ട് കാണാം. അങ്ങനെ ബ്ലോക്ക് കിട്ടി. വീക്കെൻഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഫുള്ള് ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ പണി നടക്കണതിനാണ് മെയിൻ റീസൺ ഇവിടെ ഫുള്ള് ബ്ലോക്ക് കിട്ടാനുള്ള കാരണം. എന്താ ചെയ്യാം, വെയിറ്റ് ചെയ്യാന്നെ. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് കിട്ടി. ഏകദേശം ഒരു 10-20 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്യണ്ടായിരുന്നു ബ്ലോക്കിൽ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് ഫ്രണ്ടിൽ പോയി. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഒന്ന് സെപ്പറേറ്റ് ആയി പോയിട്ട് വഴി സെയിമാണെന്ന് ശരിയാണെന്ന് അറിയാം, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ അവരൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കാം വഴി. ഇപ്പോൾ അതാണ് സംഭവം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ മൂന്നാർ എത്തി. ഇനി നമുക്ക് പോകേണ്ടത് ഗ്യാപ്പ് റോഡ് കയറാനാണ് വേണ്ടത്. അപ്പോൾ അവരിനിപ്പോൾ എവിടെ നിൽക്കേണ്ടതെന്ന് അറിയില്ല. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇനി അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നോക്കട്ടെ, ഇവിടെ ആരുമില്ല. അപ്പോൾ എന്തായാലും എൻട്രി പോയിന്റ് ഉണ്ടാവും ഗ്യാപ്പ് റോഡിൻ്റെ, നോക്കാം. അങ്ങനെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടീംസിൻ്റെ. നമ്മൾ ഗ്യാപ്പ് റോഡ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കാം. ക്യാമറ ഓണാണ്, പ്രശ്നമില്ല. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മൾ ഗ്യാപ്പ് റോഡ് കയറിയിട്ട് ഗോതി ചുരം ഇറങ്ങുന്നു. എന്നിട്ട് നേരെ മേഘോല. അപ്പോൾ അതാണ് പ്ലാൻ. ഇപ്പോൾ നോക്കാം എന്തൊക്കെയാണ് അവസ്ഥ. അവിടെ ഒരു ചേട്ടൻ മറ്റേ ബോക്സിൻ്റെ കേസൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കും വെക്കണ ഒരു ബോക്സ്, കാരണം എൻ്റെ മറ്റേ വേട്ടാറയുടെ മറ്റേ ബോട്ട്സാണ്. അപ്പോൾ അത് വെച്ച് പോണത് സീനൊന്നുമില്ല, വാട്ടർ പ്രൂഫാണ് ഐറ്റം, കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കയറില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ആക്ഷൻ ക്യാമിൻ്റെ സാധനങ്ങളും സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട് എല്ലാ റൈഡിലും. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ബാക്ക് പാക്കിലിടാം. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഫുള്ള് ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെയാണ്. നോർമലി അറിയാലോ, ഇത്രയും ലോങ് റൈഡ് നമ്മൾ ഈ ബാക്ക് ഷോൾഡറിലിട്ടിട്ട് പോകുമ്പോൾ കുറച്ച് സീനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ബോക്സ് വാങ്ങാൻ പ്ലാൻ ഉണ്ട്, നോക്കണം. ഇവിടെയും ബ്ലോക്കാണല്ലോ തെറ്റി. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലോട്ട് വഴിയുള്ള കാരണം കൊണ്ട് ആൾക്കാർ തിരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കാരണം കൊണ്ടായിരിക്കും മിക്കവാറും. അധികം അങ്ങോട്ടില്ല, കഴിഞ്ഞു, ബ്ലോക്ക് കഴിഞ്ഞു. അങ്ങനെ ഗ്യാപ്പ് റോഡ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരമായി കണ്ടിന്യൂസ്ലി നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ച് വഴിയെ പോകാനാണ് പ്ലാൻ. അപ്പോൾ ഒരു ചായക്കട നോക്കണം ഇനി അടുത്തത്. ദ ഹണ്ട് ഫോർ ദ ചായക്കട കണ്ടിന്യൂസ്. ഇതുവരെ ചായക്കട ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടിയിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മളെന്തായാലും അവിടെ പോയിട്ട് വണ്ടിയൊക്കെ വെച്ച് പിന്നെയും തിരക്ക് കൂടുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ആ സ്പോട്ട് സ്കിപ്പ് ചെയ്തു. അപ്പോൾ വേറെ ഏതെങ്കിലും നല്ലൊരു നമുക്ക് വണ്ടിയൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. അവിടെ സ്പോട്ടിന് കുറവൊന്നുമില്ല, കാരണം കുറച്ച് വരുമ്പോൾ ഇങ്ങനെ പിന്നെയും ചായക്കടകൾ കുറേ ഉണ്ട് ഈ വഴിക്ക്. ചെറിയ ചെറിയ തട്ടുകട മരത്തി ചുറ്റപ്പം. അത് കാരണം കൊണ്ട് ഒരു സീനുമില്ല. ഇവിടെ അച്ഛന് അത്യാവശ്യം നല്ല ചായയും കിട്ടും. മുമ്പൊക്കെ വന്ന് കുടിക്കുമ്പോൾ നല്ല ഏലക്ക ചായയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നൈസാണ് ഇവിടെ വന്ന് ചായ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് കാരണം നോ പ്രോബ്ലം. ചായക്ക് വേണ്ടിയിട്ടുള്ള ഹണ്ടിലാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും കുറച്ച് ക്ഷീണമുണ്ട് എല്ലാവർക്കും, കാരണം
എല്ലാവരും കണ്ടിന്യൂസ്ലി ഓടിക്കുന്നു. കാലത്ത് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ബ്ലോക്കിൽ കുറച്ച് നേരം കിടന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തിയിടണമെന്നില്ലല്ലോ, എപ്പോഴും വണ്ടിയിൽ തന്നെ ഇരിക്കല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്യാപ്പ് റോഡായ കാരണം കൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാം, ഒരു സീനില്ല. അങ്ങനെ ബ്ലോക്കിനും അധികം സീനില്ല. ചായക്കട കിട്ടിയോ? ഇല്ല. പിന്നെയും പോയിക്കൊണ്ടിരിക്കാം. ചായക്കട കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ പക്കലാം. അങ്ങനെ നമ്മൾ ടീ ബ്രേക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ലൊരു ചായ ആയിരുന്നു കേട്ടോ, നല്ലൊരു ഏലക്ക ചായ ആയിരുന്നു, സെറ്റപ്പായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഗ്യാപ്പ് റോഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇനി ബോധി ഇറങ്ങിയിട്ട് വേണം ഇപ്പോൾ മേഘമല പോകാൻ. അപ്പോൾ യു ഗൈസ് എൻജോയ് ദ ഗ്യാപ്പ് റോഡ്. ഗ്യാപ്പ് റോഡ് കഴിഞ്ഞ് ബോധിമടിച്ചൂര് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുരം ഒന്ന് വലുതാക്കിക്കൂടെ അവർക്ക്? ഏത് ശോകാന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ചുരം ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രസമുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. കാരണം എന്താണെന്നറിയില്ല, ഒന്നാമത്തെ കേസ് എനിക്ക് ഭയങ്കര സേഫായിട്ടൊന്നും തോന്നാറില്ല. കാരണം ഒന്നാമത്തെ റെയിലിങ്സും സൈഡിലുള്ള റെയിലിങ്സും കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ റോഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞടക്കാണ്. പിന്നെ ഫുള്ള് കോർണേഴ്സിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പൊടിയും. അപ്പം അങ്ങനെ കുറേ സീനുണ്ട്. അപ്പോൾ ബ്രേക്ക് പിടിച്ച് ഇറങ്ങാന്ന് വെച്ചാലും എന്താ പറയുക, ടയർ സ്കിഡ് ആയോണ്ടിരിക്കാം. അപ്പോൾ അതാണ് കുറച്ച് സീൻ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ചുരത്തിൽ. അപ്പോൾ കണ്ടില്ലേ, ഫുള്ള് റോഡിലാണെന്ന് ഫുള്ള് മറ്റേ മണ്ണും പൊടിയാണ്. ഒട്ടും ട്രാക്ഷൻ ഇല്ല, നമുക്ക് വിശ്വസിച്ച് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സീനാണ് ഇപ്പോൾ ഇവിടെ. പക്ഷെ വ്യൂസൊക്കെ കൊള്ളാം കേട്ടോ, നൈസാണ്. കണ്ടില്ലേ കോർണേഴ്സിലൊക്കെ ഫുള്ള് പൊടി. കോർണേഴ്സൊക്കെ എടുത്ത് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. കാരണം പറയാൻ പറ്റേ ഇവിടെയൊക്കെയാ പൊടിയും മണ്ണ കിടക്കണേ. നൈസായിട്ട് കോർണർ എടുത്ത് വരുമ്പോഴേക്കും ഇത് വന്നിട്ട് സ്കിഡാവാം. അതാണ് ഇവിടെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് വണ്ടി ഓടിക്കാം. ഫൈനലി അങ്ങനെ ബോധി ചുരം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനിയൊരു ഫുഡ് സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കാം. എല്ലാവർക്കും വിശന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സമയം ഏകദേശം 1:30 എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് 7 മണിക്ക് 8 മണിക്കാണ് ഫുഡ് കഴിച്ചതാണ്. പിന്നെ ഒരു ചായയും കുടിച്ചു എന്നല്ലാതെ വേറെ അങ്ങനെ ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുണ്ട്.
അപ്പോൾ ഇപ്പോൾ തൽക്കാലം എല്ലാവരും പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഫുൾ ടാങ്ക് ചെയ്യണം. അപ്പോൾ അത് ഞാനിന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് പോയി അടിക്കാമെന്ന് വെച്ചാൽ. എന്തായാലും ഇന്ന് വാഷ്റൂമിൽ പോകണം. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും നോക്കണം. പിന്നെ വണ്ടിക്ക് എന്താ പറയുക, ചെറുതായിട്ട് ഓയിൽ സ്പില്ലിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ബോണ്ട് വെച്ച് അടച്ചു. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സീൻ ഇല്ല, കുഴപ്പമില്ല. അത് കാരണം കൊണ്ട് സീനില്ല. ഞാൻ ബജാജിൻ്റെ മറ്റേ ബോണ്ട് വാങ്ങിയ അടച്ചത്. അല്ലെങ്കിൽ പിന്നെ 2 ദിവസം മുമ്പ് നോക്കിയപ്പോഴാണ് കണ്ടത് ഈ സാധനം. ഇപ്പോൾ സർവീസ് ഉണ്ടല്ലോ കാണിച്ചപ്പോൾ പറഞ്ഞത് ഒരു സീനുമില്ല, എന്താ പറയുക, നോർമലാണെന്നുള്ള കേസില്ല അവരും പറയണേ. പക്ഷെ എന്തായാലും നമുക്ക് നമ്മുടെ ഇതും കൂടെ നോക്കണമല്ലോ. ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തായാലും ബോണ്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബാത്റൂം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ കാണാം. അങ്ങനെ ടൈം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമൊന്നും അറിയില്ല, ഏകദേശം 4 മണി ആയിട്ടുണ്ടെന്ന് അറിയാം. നമ്മൾ ഫുഡ് കഴിച്ചു. ഒരു സൈഡിലൊരു ഹോട്ടൽ ഉണ്ടായി. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മളിപ്പോൾ ഇനി മേഘമല പോയിക്കൊണ്ടിരിക്കുക. മേഘമലയ്ക്ക് എത്രയോ ദൂരം നോക്കില്ല, ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു മേഘമല ടോപ്പിലേക്ക്. അങ്ങനെ നമ്മൾ ചിന്നമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കണ്ട ഓൾമോസ്റ്റ് ഒരു റൂറൽ ഏരിയാസ് പോലൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ DOC മുൻപ് മേഘമലയിലേക്ക് ഒരു 1 ഇയർ ബാക്ക് എന്തോ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം കുറച്ച് കാറ്റാടിപ്പാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. കൊള്ളാം, രസമുണ്ട്. പക്ഷേ കൃഷിയും കാര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അതായത് ഫുള്ള് ബാരനായിട്ട് കിടക്കണം ലാൻഡ്സ്കേപ്പ്, ഒരു അധികം പച്ചപ്പൊന്നുമില്ലാതെ. പക്ഷെ എന്നാലും അതും കാണാനൊരു ഭംഗിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ആ കാണുന്ന മൗണ്ടൻ റേഞ്ചസ് ആണെന്ന് തോന്നുന്നു മേഘമല ഹിൽ സ്റ്റേഷൻസൊക്കെ. പിള്ളേര് കൈ പോയി. അപ്പോൾ അവരുടെ കേസ് പറയണ്ട. ഗ്ലൗസ് ഇട്ടടിച്ചിട്ട് നല്ല വേദന ഇതാണ് പിള്ളേർക്ക്. കൊള്ളാട്ടോ, നല്ല റോഡാണ്, അധികം തിരക്കില്ല, ഒരു സ്വസ്ഥം സമാധാനം എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നേരം ചെക്കിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ചെക്ക് പോസ്റ്റിൽ എന്തായാലും ഞാൻ ക്യാം ഓഫ് ചെയ്യേണ്ടി വരും മിക്കവാറും. വേറെ എന്തെങ്കിലും പ്രശ്നമാവണ്ട. അപ്പോൾ എന്തായാലും ഇതാന്ന് തോന്നുന്നു ചെക്ക് പോസ്റ്റ്, അത് തന്നെ. അപ്പോൾ നമ്മളെന്തായാലും ക്യാമൊക്കെ ഓഫ് ചെയ്യാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. ചെക്ക് പോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടോ. അത് അത്ര സീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോർമൽ ചെക്കിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബോഡീസ് ഒന്നല്ല അവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ അവിടെ കളയേണ്ടി വരും. പിന്നെ ലാഡേഴ്സ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ഡ്രോണൊന്നും അല്ല അവിടെ അല്ല, ആക്ഷൻ ക്യാമ്പിൽ ചെയ്യുന്നില്ല, ഡ്രോണല്ല അവിടെ അല്ല. പിന്നെ ഈ ഉണ്ടോന്ന് ഒരു മെയിനായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ അത് മാത്രമേ സീനുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നില്ലാണ്ട് വേറെ വലിയ ഇഷ്യൂസോ പേയ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ് സംഭവം ചെക്ക് പോസ്റ്റ്. ഈ റോഡ് നൈസാട്ടോ, അതായത് ചെറിയ റോഡാണ്, പക്ഷെ തിരക്കൊന്നുമില്ലാത്ത കാരണം കൊണ്ട് നൈസാണ്. പിന്നെ ഇവർ ഈ ഹെയർ പിന്നിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു ടൈല് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഹെയർ പിൻസിലും മിക്ക സ്ഥലങ്ങളിലും ടൈല് വിരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ നോർമലി റോട്ടിലൊക്കെ ഹെയർ പിന്നിൻ്റെ അവിടെ സാധാരണ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കും. ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ഈ വണ്ടികളൊക്കെ പോകാനാണ് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ. എന്നാൽ സംഭവം അറിയില്ല, അതായിരിക്കും, എനിക്കറിയില്ല എന്താണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീൻ ഒഴിവാക്കാനാന്ന് തോന്നുന്നു മിക്ക ഹെയർ പിൻസിലും ഇവർ ടൈലിട്ട് വെച്ചേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റിലയബിൾ ആയിരിക്കുമെന്ന് തോന്നുന്നു റോഡൊക്കെ ഈ ഹെയർ പിന്നിൻ്റെ ഭാഗത്ത്. അതുകൊണ്ടാവണം.
പിന്നെ വ്യൂസ് ഒക്കെ കൊള്ളാട്ടോ. അതായത് സൈഡിലൊക്കെ കാണുമ്പോൾ ഈ ബാരൻ ലാൻഡൊക്കെ പോലെ നമുക്ക് തോന്നുന്ന വെച്ചാൽ സംഭവം നൈസാണ്. ചെറിയ വഴിയാണ്, ബട്ട് സ്റ്റിൽ കൊള്ളാം. അധികം തിരക്കുകളൊന്നുമില്ല. സാധാരണ നോർമൽ ഹിൽ സ്റ്റേഷൻസിൽ കാണുന്ന പോലെയുള്ള റഷും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ് മേഘമല എന്ന് പറയുന്നത്. നമ്മൾ ഷൈജോട്ടൻ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഏജുള്ള പുള്ളിയാണ്. പക്ഷേ ഫുൾ ചിൽ മൂഡാണ് പുള്ളി. എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിലെ ക്ലബിലെ തന്നെ അത്യാവശ്യം ഏജുള്ള പുള്ളിയാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മേഘമലയിലേക്ക് കയറിയോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു സമയം ഇപ്പം ഏകദേശം ഇവിടെ എന്തോ ആയിട്ടുണ്ട്. ടൈം അങ്ങനെ ഇവിടെ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. ഇരുട്ടി തുടങ്ങി. സൂര്യനെയൊക്കെ അസ്തമിച്ചെന്നുണ്ട്. പിന്നെ എൻഡി ഫിൽറ്റർ വെച്ചിട്ട് പിന്നെ ആക്ഷൻ ക്യാമിൽ കുറച്ചും കൂടി ഇരുട്ടായിരിക്കും. അപ്പോൾ അതൊന്നും കുറച്ച് സീൻ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്ന വെച്ചാലും ഒരു സമയം 6 മണി ആയിട്ടുള്ളൂ. നമ്മളവിടെ സ്റ്റേയിൽ ചെക്കും പറഞ്ഞത് 6 മണിക്കെന്തോ ആണ്. ഇത് 5 മണിയാണ് എന്തോ പറഞ്ഞത്. അപ്പോൾ സമയം ഏകദേശം 6 മണിയായി. അപ്പോൾ നമുക്കിനിയിപ്പോൾ സ്റ്റേ കാരണം ഓൾമോസ്റ്റ് ഒരു 5-6 കിലോമീറ്റേഴ്സ് ഉണ്ടാവും നമ്മുടെ സ്റ്റേയിലേക്ക്. അപ്പോൾ ഇവിടെ എത്തണം. 5-6 ഇല്ല, സോറി, 5-6 കുറച്ചായാലും മുമ്പ് പറഞ്ഞതാണ്. ഒരു 3-4 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇരുട്ടി തുടങ്ങി. ഏകദേശം ഫോറസ്റ്റൊക്കെ പോലെയാണ് സംഭവം. ഇതിപ്പോൾ തന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം ഡി ഫിൽറ്റർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. ഈ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ മോഷൻ ബ്ലറിന് വേണ്ടി വെച്ചേക്കുന്ന ഫിൽറ്റർ. അപ്പോൾ ഈ വൈകിയപ്പോൾ ഞാൻ പിന്നെ ഊരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും നല്ലോണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് പൊന്മയിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല സ്റ്റേ ആണെന്നാണ് റിവ്യൂസും പിന്നെ അതുമാതിരി തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നോക്കിയപ്പോൾ തോന്നിയത്. അപ്പോൾ അവിടെ പെർ ഹെഡ് 1500 അത്ര എന്തോ ആണെന്ന് തോന്നുന്നു സ്റ്റേയിലേക്കുള്ള എമൗണ്ട് വരും. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ സ്റ്റേ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. നോക്കാം എന്താണ് അവസ്ഥ. അങ്ങനെ നമ്മുടെ സ്റ്റേ കണ്ടുപിടിച്ചു. അപ്പോൾ കുറച്ച് താഴത്തോട്ട് ഇറങ്ങണം ഈ വഴി കൂടെ. ഓഫ് റോഡിങ് പരിപാടികളാണ്. ഓഫ് റോഡ് ഇറക്കാൻ പേടിയാണ്. ഒന്നാമതേ ടയറ് സ്റ്റോക്ക് MRF-ൻ്റെ ടയറാണ്. ഒട്ടും ഗ്രിപ്പില്ല ഓഫ് റോഡ് പോകുമ്പോൾ, ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ സ്റ്റേയിലെത്തി. അപ്പോൾ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടികളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.